കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് തല അവലോകന യോഗം നടത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്ന സാഹചര്യത്തിലാണ് പൊതു ഇടങ്ങൾ, കൃഷിയിടങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കവലകൾ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണം നടത്തുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് തല അവലോകന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഉയർന്ന ജനസാന്ദ്രതയുള്ള നിരവധി ആദിവാസി ഊരുകളും കാർഷിക മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. സ്കൂളുകളും അംഗൻവാടികൾ തുറക്കുന്ന സാഹചര്യവും ആയതുകൊണ്ട് പൊതു ഇടങ്ങൾ, കൃഷിയിടങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കവലകൾ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും ശുചീകരണം നടത്തണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. മഴക്കാലത്ത് വർദ്ധിച്ചു വരാൻ സാധ്യതയുള്ള സാംക്രമിക രോഗങ്ങളെ ചെറുക്കുന്നതിനും അതിന്റെ തോത് പരമാവധി കുറയ്ക്കുന്നതിനും സാംക്രമിക രോഗങ്ങൾ, കൊതുക് ജന്യരോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, എലിപ്പനി, H1N1 പോലെയുള്ള ജലദോഷപ്പനികൾ എന്നിവ തടയുന്നതിനും മഴക്കാലപൂർവ്വ രോഗ പ്രതിരോധ നടപടികൾ കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 10 പഞ്ചായത്തുകളിലെയും പ്രധാനപ്പെട്ട സാംക്രമിക രോഗങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ സ്ഥിതിവിവരക്കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, സാലി ഐപ്പ്, മെമ്പർമാരായ നിസാമുൾ ഇസ്മായിൽ, ആനീസ് ഫ്രാൻസിസ്, TK കുഞ്ഞമോൻ, ദീപ ഷാജു, ഷജി ബസി, BDO അമിത CO, HIമാരായ ജോമോൻ ജേക്കബ്, ജെയിംസ് KJ, റീനാമോൾ PT, ബൈജു NA, സാബു M, പ്രിയ C രാജ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.